ിലേക്ക് റംസാനിൽ തിയേറ്ററുകളിൽ എത്തുന്ന മലയാള ചിത്രങ്ങളിൽ ഏതാകും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുക? മമ്മൂട്ടിയും മകൻ ദുൽഖറും തമ്മിലുള്ള പോരാട്ടത്തിനാകുമോ മലയാള സിനിമ സാക്ഷ്യം വഹിക്കുക? ഇവയെല്ലാം പ്രവചിക്കുന്ന മൂവി ടൊറന്റ് സോഫ്റ്റ്വെയറുമായി ഒരു യുവ സംഘം രംഗത്ത്. കൊച്ചി കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ യുവ സംരംഭകരാണ് റംസാൻ ചിത്രങ്ങളുടെ ഭാവി പ്രവചിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലായേക്കാവുന്ന ആദ്യ ഓൺലൈൻ പ്രവചനത്തിനാണ് കൊച്ചി കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ ഈ യുവ സംരംഭകർ മുതിർന്നിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളെപ്പറ്റിയും ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ യുവസംഘം പ്രവചനത്തിന് മുതിർന്നിരിക്കുന്നത്. ഇവരുടെ പ്രവചനം സത്യമായാൽ കടൽ കടന്നു വരുന്ന മാത്തുക്കുട്ടിക്ക് കേരളത്തിൽ നിന്ന് കാശും മാറി മടങ്ങാം. നമ്മുടെ നാട് സ്വർഗമാണ്. നീയൊക്കെ ഭാഗ്യവാന്മാരല്ലേ? ദിവസവും 300 ഷോകൾ ലഭിച്ചാൽ വെറും 3 ദിവസം കൊണ്ട് മാത്തുക്കുട്ടി 1.25 കോടി രൂപ വരും. ബാക്കിയുള്ള സിനിമകളുടെ കളക്ഷൻ ഇങ്ങനെയാണ്. സെക്കൻഡ് വരുന്നത് പുള്ളിപ്പുലി ആട്ടിക്കുട്ടിന്റെ ആയിരിക്കും. അത് 1,20,00,000 കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നീലാകാശം നല്ല റീച്ച് ഉണ്ടായിരുന്ന സിനിമയാണെങ്കിലും പക്ഷേ അതിന്റെ കളക്ഷനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് വിജയുടെ തലൈവ എന്നുള്ള സിനിമ. അപ്പോൾ അതിൽ മോഹൻലാൽ ഫാൻസിന്റെ ടേക്ക് ആയിരിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ അവര് ജില്ല എന്നുള്ള സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ ഫാൻസും വിജയ്ക്കുടെ കുറെ സിനിമയ്ക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നീലാകാശത്തിന് കുറച്ച് കാശ് കുറയാൻ സാധ്യതയുണ്ട്. ലാൽ ജോസിന്റെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും റംസാന് ശേഷവും തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുമെന്നാണ് മൂവി ടൊറന്റ് പ്രവചിച്ചിരിക്കുന്നത്. പിന്നെ സംവിധാനം അത് ഞാൻ തന്നെ അല്ല, ലാൽ ജോസ് ഒന്ന്. റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.